എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ രുചികരമായിട്ടും നല്ല ക്രിസ്പി ആയിട്ടും ആർക്കും എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ മസാല വടയാണ്. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. ഇനിയിപ്പോൾ ഇതുവരെയും നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കഴിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടെന്ന് തയ്യാറാക്കി നോക്കണേ. നമ്മുടെ കുഞ്ഞുങ്ങളെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് നല്ല ചൂട് കട്ടൻ ചായയുടെ ഒപ്പം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു 4 മണി പലഹാരം കൂടിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ ലൈക്ക് തരാൻ മറക്കല്ലേ. ഇനി നമുക്ക് മസാല വടയുടെ കൂട്ട് തയ്യാറാക്കാം. ഇതിനായിട്ടൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ പാത്രത്തിലേക്ക് ഒരു സവാള ഒന്ന് നൈസായിട്ട് കട്ട് ചെയ്തതാണ് ഇത് നമുക്ക് ചേർക്കാം. കൂടെ തന്നെ ഒരു ചെറിയ ക്യാരറ്റ് ഒന്ന് പൊടിയായി കട്ട് ചെയ്തതാണ് ഇതുകൂടി ഇതിലേക്ക് ചേർക്കാം. ക്യാരറ്റും ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബീട്രൂട്ട് വേണം. ബീട്രൂട്ട് ഇതുപോലെ തന്നെ ഒരു ചെറിയ പീസാണ് പൊടിയായി കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായി കട്ട് ചെയ്തതാണ്. മല്ലിയില, കുറച്ച് കറിവേപ്പില കട്ട് ചെയ്തതാണ് ഇതുകൂടി ചേർക്കാം. ഇനി പൊടിക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂൺ അളവിലും കുറച്ചായിട്ട് കുരുമുളക് പൊടി ചേർക്കാം. ഇനി ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ ഇതിന്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ അളവില് ചിക്കൻ മസാലപ്പൊടി, 1 ടീസ്പൂൺ അളവില് ചില്ലി ഫ്ലേക്സ്, മാവ് പൊങ്ങിക്കിട്ടാനുള്ള ഇൻസ്റ്റന്റ് ഈസ്റ്റ്, നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് സോഡാ പൊടിയും ചേർക്കാവുന്നതാണ്. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് റവയാണ്. ഇതൊരു 50 ഗ്രാം അളവുണ്ട്. ഇതുകൂടി നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഇത്രയും ആയാൽ പിന്നെ നമ്മുടെ കൈ ഉപയോഗിച്ച് ഇതെല്ലാം കൈകൊണ്ട് നല്ലതുപോലെ തിരുമ്മി കുഴച്ചെടുക്കണം. സവാളയൊക്കെ കൈകൊണ്ട് കുഴച്ചെടുക്കുമ്പോൾ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒന്ന് ഞെരടി എടുക്കുന്നത്. ഈ ഒരു സമയത്ത് ഞാൻ പച്ചമുളക് ചേർത്തിട്ടില്ല. കാരണം പച്ചമുളക് നമ്മുടെ കൈകൊണ്ട് ഇതുപോലെ കുഴച്ചെടുക്കുമ്പോൾ നമ്മുടെ കൈയൊക്കെ ഒന്ന് പുകഞ്ഞു വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് പാചകം ചെയ്യുന്ന ആൾക്കാർക്കാണ് ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്നത്. അങ്ങനെ നമ്മുടെ മിക്സിംഗ് ഒക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. 3 പച്ചമുളക് കട്ട് ചെയ്തിലൂടെ ചേർക്കുന്നുണ്ട്. ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇനി വേണ്ടത് 1 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് കൈകൊണ്ട് നല്ലതുപോലെ ഒന്നുകൂടെ മിക്സ് ചെയ്തതിന് ശേഷം 2 കപ്പ് മൈദപ്പൊടി ചേർക്കാം. ഇതൊരു 400 ഗ്രാം അളവുണ്ട്. ഇനി ഇതെല്ലാം കൂട്ടിച്ചേർത്ത് ഒന്നും കൂടെ കുഴച്ചെടുക്കാം. കുഴച്ചെടുക്കുന്ന സമയത്ത് ഉപ്പ് പോരായ്മ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ഉപ്പ് ചേർക്കേണ്ടതാണ്. റവ ചേർത്തിട്ടുള്ളത് കൊണ്ട് വെള്ളം കുറച്ച് പോരായ്മ വരും. നമ്മൾ ഇത്തിരി ലൂസായിട്ട് വേണം ഒന്ന് കുഴച്ച് വെക്കാനായിട്ട്. നമ്മൾ എടുത്തിട്ടുള്ള 1 ഗ്ലാസ് വെള്ളം ഈ ഒരു പൊടിക്ക് കറക്റ്റ് ആയിട്ടുള്ളൊരു അളവാണ്. പൊടി നല്ലവണ്ണം കൈകൊണ്ട് തിരുമ്മി കുഴച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ മാവ് ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു അയവിലാണ് ഞാനിപ്പോൾ മാവൊന്ന് കുഴച്ചെടുത്തിട്ടുള്ളത്. പൊടി കുഴച്ചു കഴിഞ്ഞാൽ പൊടിയുടെ മേലെയായിട്ട് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത് പൊടി ഒന്ന് ഡ്രൈ ആവാതെ ഇരിക്കാനും വേണ്ടിയിട്ടാണ്. മിക്സിംഗ് ഒക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു 3 മണിക്കൂറിന് ശേഷമാണ് വട ഉണ്ടാക്കാൻ തുടങ്ങേണ്ടത്. അപ്പൊ അതുവരെയും മാവൊന്ന് റെസ്റ്റ് ചെയ്യാൻ മൂടി വെച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ മാവ് ഇവിടെ കുഴച്ച് വെച്ചിട്ട് ഒരു 3 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ മാവൊന്ന് തുറന്നു നോക്കാം. നമ്മുടെ മാവിന്റെ പാകം ഇപ്പോൾ ഇതുപോലെയാണ് ആയി വന്നിട്ടുള്ളത്. നല്ല പ്ലഫി ആയിട്ട് തന്നെ വീർത്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാലോ. ഞാൻ ഇതിലേക്ക് ഈസ്റ്റ് ഉപയോഗിച്ചിട്ടുള്ളത് കൊണ്ടാണ് നമുക്ക് ഈ 3 മണിക്കൂർ കൊണ്ട് തന്നെ മാവ് പൊങ്ങി വന്നിട്ടുള്ളത്. നിങ്ങൾ സോഡാപ്പൊടിയാണ് എടുക്കുന്നതെങ്കിൽ 6 മണിക്കൂർ നേരമെങ്കിലും വേണം മാവ് ഇതുപോലെ ഒന്ന് പതഞ്ഞു പൊങ്ങി വീർക്കാനായിട്ടും. അപ്പോൾ നമുക്കിനി വട തയ്യാറാക്കാൻ തുടങ്ങാം. വട തയ്യാറാക്കി എടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ കൈ ഒന്ന് നനച്ചെടുത്തതിന് ശേഷം മാവ് ഇതുപോലെ ഒന്ന് കൂട്ടി യോജിപ്പിക്കുക. എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഒരു ബീറ്റ്റൂട്ടിന്റെ കളറ് എല്ലാ ഭാഗത്തേക്കും ഒന്ന് എത്തിക്കിട്ടാനും വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുന്നത്. ഓവറായിട്ടൊന്നും കുത്തിയിളക്കി അതിന്റെ ആ ഒരു ബബിൾസ് ഒന്നും പൊട്ടിച്ചെടുക്കരുത്. ഇതുപോലെ ഒന്ന് കൂട്ടിയിളക്കി യോജിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പൊരിച്ചെടുക്കാനുള്ള എണ്ണ അടുപ്പിലേക്ക് വെച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. ഇനി നമ്മുടെ കൈ ഒന്ന് നനച്ചെടുത്തതിന് ശേഷം മാവിൽ നിന്നും കുറേശ്ശെ നമ്മുടെ കയ്യിൽ ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. വട ഷേപ്പാക്കിയിട്ട് എണ്ണയിലേക്ക് പൊരിച്ചെടുക്കാം. ഇപ്പോൾ നല്ലപോലെ ചൂടായി വന്നിട്ടുള്ള എണ്ണയിലേക്ക് നമ്മൾ ഉരുട്ടിയെടുത്തിട്ടുള്ള ഈ ഒരു മാവിന് ഇതുപോലെ നടുഭാഗം ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എണ്ണയിലേക്ക് പൊരിക്കാൻ മാറ്റുക. വീണ്ടും അതുപോലെ തന്നെ മാവ് ഉരുട്ടിയെടുക്കുക. നടുഭാഗം ഹോൾ എടുക്കുക. എണ്ണയിലേക്ക് പൊരിക്കാൻ ഇട്ട് കൊടുക്കുക. മൂന്നാമതും മാവ് കയ്യിലെടുക്കുക. നല്ലപോലെ ഉരുട്ടിയെടുക്കുക. എണ്ണയിലേക്ക് പൊരിക്കാൻ ഇട്ട് കൊടുക്കുക. പൊരിക്കാനായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഫുൾ ഫ്ലെയിമിലായിരിക്കണം. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമുക്ക് പൊരിച്ചെടുക്കേണ്ടത്. വട ഒന്ന് പൊങ്ങി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. റവ ചേർത്തിട്ടുള്ളത് കൊണ്ട് പുറം ഭാഗത്ത് മാത്രമാണ് എണ്ണ ഉണ്ടാവുക. അതൊരു കോട്ടന്റെ
മേളിലേക്ക് ഇട്ട് കൊടുക്കുവാണെങ്കിൽ ആ എണ്ണയെല്ലാം തന്നെ വലിച്ചെടുക്കുന്നതാണ് കേട്ടോ. റവ ചേർത്ത് കഴിഞ്ഞാൽ വടയിൽ എണ്ണയൊന്നും പിടിക്കില്ല കേട്ടോ. ഇനിയിപ്പോൾ രണ്ട് ഭാഗവും തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് മുരിയിച്ചെടുക്കുന്ന താമസം മാത്രമേ ഉള്ളൂ. നല്ല പോലെ തന്നെ വീർത്ത് വന്നിട്ടുണ്ട്. നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് തന്നെ മുരിയിപ്പിച്ചെടുക്കാം. ഒരു ഭാഗം മുരിഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകൂടെ മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ വട ഇവിടെ നല്ല പോലെ തന്നെ മുരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാവുന്നതാണ്. എണ്ണയിൽ നിന്നും കോരി എടുക്കുന്ന സമയത്ത് ഇത് നല്ലവണ്ണം മുരിഞ്ഞിട്ടുണ്ടോ എന്നറിയാനായിട്ട് അതാ ഇതുപോലെ പത ഇതിൻ്റെ ഉള്ളിൽ നിന്നും വരാത്ത സമയം വരെയാണ് നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് ഒന്ന് മുരിയിച്ചെടുക്കേണ്ടത്. അങ്ങനെ നല്ലവണ്ണം മുരിഞ്ഞു വന്നിട്ടുള്ള വട നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി ഒരു അരിപ്പ പാത്രത്തിലേക്ക് മാറ്റാം. അടുത്തത് നമുക്ക് ഇതുപോലെ തന്നെ മുരിയിച്ചെടുക്കാം. എണ്ണയിലേക്ക് മാറ്റുമ്പോൾ ഫുൾ ഫ്ലെയിം ആയിരിക്കണം. അപ്പോഴാണ് പെട്ടെന്ന് തന്നെ പൊങ്ങി വീർത്ത് വരുന്നതും അങ്ങനെ ചെയ്യുമ്പോഴാണ് എണ്ണ അധികം കുടിക്കാതെ തന്നെ നമുക്ക് മുരിയിച്ചെടുക്കാൻ സാധിക്കുന്നതും. ഇനിയിപ്പോൾ പൊങ്ങി വീർത്ത് കഴിഞ്ഞാൽ ഫ്ലെയിം ഒന്ന് കുറച്ചു കൊടുക്കാം. നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. മറിച്ചിട്ട് കൊടുക്കാം. ഫുൾ ഫ്ലെയിം വെച്ച് കൊടുത്തിട്ട് വേണം നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാനായിട്ട്. അങ്ങനെ വളരെ പെർഫെക്റ്റ് ആയിട്ടും നല്ല ടേസ്റ്റ് ആയിട്ടും മസാല വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് എല്ലാ വടയും ഒന്ന് പൊരിച്ചു മാറ്റാം. അപ്പോൾ കണ്ടല്ലോ എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മൾ നല്ലൊരു ചായപ്പലഹാരം തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. വളരെ എളുപ്പമാണ് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കഴിക്കാനായിട്ട്. വടയിലേക്ക് റവ ചേർക്കുന്നത് കൊണ്ട് നല്ല മുരുമുരാന്ന് തന്നെ നമുക്ക് ആക്കിയെടുക്കാനും സാധിക്കും. അതുപോലെ എണ്ണ അധികം കുടിക്കാതെ തന്നെയാണ് നമുക്ക് പൊരിച്ചെടുക്കാനും സാധിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടു കൂടി തന്നെ വീണ്ടും കാത്തിരിക്കുക.